ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെങ്ങനെ സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഇച്ചിരി വലിയ സ്പെഷ്യലാണ്. കാരണം സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇതാണ്ട് വാമിയും കൂടെ ഉണ്ട്. വാമി ഹായ് പറ. വാമി ആ ഹായ് ഹലോ പറ. എല്ലാവർക്കും സുഖമാണോ നിനക്ക്? ആ അപ്പം നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ടെറസിൻ്റെ മണ്ടേ വന്നൊക്കെയാണ്. അകത്ത് താഴെ നോക്കിയപ്പം ഭയങ്കര വെട്ടക്കുറവ്, അതാണ് മോളിൽ നിന്ന് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇന്ന് കർക്കിടക വാവാണ്. ഇവിടെ വീട്ടിലും അച്ഛനും അമ്മയ്ക്കും ബലിയുണ്ട്. അപ്പോൾ രാവിലെ അവർ ബലിയിടാനൊക്കെ പോയി. അതുകൊണ്ട് ഇന്ന് പതിവില്ലാണ്ട് 4 മണിക്ക് എണീറ്റു. അപ്പം ബലിയിട്ട് വന്നപ്പം അമ്മയ്ക്ക് പോകാൻ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഫുഡും ഒന്നും ഉണ്ടാക്കിയില്ല, സാമ്പാർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഹറിബറി പോക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും ചേച്ചിയും കൂടെ ഉണ്ടാക്കിക്കോളാം. ഞാനും ചേച്ചിയും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറികളെല്ലാം ഉണ്ടാക്കണം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം തന്നെ മണി 10 മണിയായി. ഇനി എപ്പോൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ ഇവിടെ എല്ലാവരും 1-1:30 ഫുഡ് കഴിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ ഉണ്ടാക്കി കഴിയുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ മാമി, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എല്ലാം ഇതിൽ ആഡാക്കാം. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബീട്രൂട്ട് തോരൻ. കാരണം തോരൻ മാത്രമേ ഞങ്ങൾക്ക് നന്നായിട്ട് വെക്കാനായിട്ട്, ഞങ്ങൾക്കല്ല എനിക്ക്, ഞാൻ തോരൻ വെക്കുമ്പം ഇവിടെ ചേച്ചി വെക്കാൻ പോകുന്നത് അവിയൽ. അവിയൽ അവിയൽ ചേച്ചി അവിയൽ വെക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിയലില് അമ്മ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടിനി ഇവർക്ക് അറിഞ്ഞുകൂടാ. അമ്മയെ വിളിക്കണം. അമ്മയെ വിളിച്ച് ചോദിച്ചാലേ അമ്മയെ വിളിച്ച് ചോദിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. തോരന്റെ ആവശ്യം ഇല്ല, കാരണം തോരന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാം. നീ പോ, ഞാൻ തോരൻ വെക്കും, ചിത്തു അവിയൽ വെക്കും. എന്നിട്ട് അമ്മമ്മ വിളിച്ച് ചോദിക്കും എന്തോന്നൊക്കെ വെക്കണോന്ന്. നീ വേണ്ട, നീ പോ. ഗൈസ്, രാവിലെ ഉണ്ടായിരുന്ന ആ മൂഡ് വാമിക്കുപ്പ ഇല്ല. മമ്മിക്ക് ഇഷ്ടമല്ല. നമുക്ക് ശരി ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അപ്പം നമുക്ക് ഇനിയിപ്പം വേണ്ട. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. എന്നാ വേണ്ടാന്ന്. ശരി, വേണ്ടെങ്കിൽ വേണ്ട. അപ്പം ഗൈസ്, നമുക്ക് തോരൻ അരിയാം. അതെങ്കിലും നടക്കട്ടെ. നമ്മള് ബീട്രൂട്ട് തോരനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിച്ച്. അമ്മയെ വിളിക്കാൻ മടിയുള്ളത് കൊണ്ട് അവള് ഗൂഗിളിൽ നോക്കിയാണ് അവിയലില് എന്തൊക്കെ ഇടണോന്ന്. അവിയലില് വേറെ ഒന്നുമില്ല. തേങ്ങ, പിന്നെ പച്ചമുളക്, ജീരകം വേണ്ട, പച്ചമുളക് വേണ്ടേ, പിന്നെ ഇത് മഞ്ഞപ്പൊടി, ഉള്ളി കരിവേപ്പില, ഇതൊക്കെ മതി. അത് നോക്കാതെ അതില് വയ്ക്കണല്ലേ ഗൈസ്. ഇനി നമുക്ക് തോരൻ അരിഞ്ഞു. ഇനി നമുക്ക് പരിപ്പ് കറിക്ക് ഉള്ള പരിപ്പ് കഴുകി നമുക്ക് അടുപ്പിൽ വെക്കാം. അതാകുമ്പം അത് വിസിൽ കേട്ടിട്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത പണി ചെയ്യാം. നമുക്ക് ടൈം എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്ന് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. ഇനി എത്ര വിസിൽ അടിക്കണമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അരയ്ക്കാം. ബോളി പോരാ ഗൈസ്, നമ്മുടെ അരപ്പ് റെഡി. നോക്കട്ടെ. ചമ്മന്തിനാണോ പൊടി? ഇത് തന്നെ എന്റെ തോരന്റെ മണം. ചമ്മന്തിയുടെ മണം. ഗൈസ്, ഈ അടുക്കള കയറാത്തവര് പല പൊട്ടത്തനവും പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എന്നും അടുക്കള ഗൈസ്. വേറെ ഒന്നുമല്ല, കുക്കറില് 2 വിസിൽ കേട്ടാൽ മതി അവരുടെ മലക്കറി വേകാൻ വേണ്ടി. അത് ഞാൻ ആനായിട്ട് അവളോട് പറഞ്ഞു. അമ്മ പറഞ്ഞു കുക്കറിൽ വെക്കാനത്. ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ തോരൻ
ഇതാണ് തോരൻ. തോരൻ ഇതാണ് തോരൻ. എൻ്റെ തോരൻ റെഡിയായി. അവിയലിന് വേവണേ ഉള്ളൂ. പരിപ്പിന് അല്ല അരച്ചല്ലോ, വേവിച്ച് വെച്ച്. ഇനി നമുക്ക് പോയി പകുതി മറ്റേ ബീട്രൂട്ടിന്റെ കളറാണ്, ബാക്കി പകുതിയാണ് ഇപ്പൊ പൊള്ളിയുണ്ട്. മാമി ഇങ്ങോട്ട് കൈ പുള്ളിയാ എവിടെയോ പൊള്ളിയാണ്. ഇനി നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് മാമി? വേണ്ടാന്ന്. ഇനി നമുക്ക് കിച്ചടി വേണം. പിന്നെ നമുക്ക് ഇത് വേണം, പായസം വെക്കണം, ഉരുളക്കിഴങ്ങ് കറി വെക്കണം. വടയില്ല ഗൈസ്. അപ്പം നമുക്കിനി ബാക്കി ആ പരിപാടികളിലോട്ട് പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഫോൺ ഇവിടെ വയ്ക്കാനായിട്ട് പറ്റുന്നില്ല. ഫോൺ എവിടെയെങ്കിലും വച്ചാലോ ഒന്നും കാണാൻ പറ്റുന്നില്ല, അതാണ് സീന്. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ ബാക്കി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമ്മളിനി എന്തോന്ന് അരയ്ക്കാൻ പോണ്? പരിപ്പ്. പക്ഷെ മാമി ഇതിനൊരു ടാസ്ക് എന്ന് പറഞ്ഞാലേ ഇത് കളയും. നോക്കണം. അയ്യോ മാമി നിർത്തിക്കോ, ഞാൻ സ്വന്തം പോയി. ഗൈസ് ഇനി നമ്മള് പരിപ്പ് കറി വെക്കാൻ പോവാണ്. പരിപ്പിനുള്ള മിക്സ് കാണാൻ പറ്റും. യെസ്, മിക്സ് എല്ലാം ആയി. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഉപ്പ് കാണാം ഗൈസ്. വലിയ പെങ്കൊച്ചായി കേട്ടോ. പച്ചമുളക്, ജീരകം, തേങ്ങ, മഞ്ഞപ്പൊടിയല്ലേ? മഞ്ഞപ്പൊടിയാ? മഞ്ഞപ്പൊടി വേണ്ട. പിന്നെ കിച്ചടിക്ക് പിന്നെ പച്ചമുളക്, ജീരകവും തേങ്ങ, തൈര്. അയ്യോ ഒഴുക്കി വയ്ക്കൂലേ. എവിടെ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലോ. ഓ കുക്കിംഗ് പഠിക്കുന്നു. നമ്മൾ കിച്ചടി ഉണ്ടാക്കണം. കിച്ചടി നമ്മൾ അവിയൽ ഉണ്ടാക്കി. അവിയൽ ഉണ്ടാക്കി. സാമ്പാറ്, തോരൻ, പരിപ്പ്, ഇതിൻ്റെ ചോറ്. നമ്മുടെ കിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോകണമെങ്കിൽ ആവും. പക്ഷേ ഇതുണ്ട് കേട്ടാ, മുളകിന്റെ ഒരു മുളക് കിട്ടുള്ളൂ. വീട്ടിലെ മാസ്റ്റർ ഷെഫ്. മാമി ഇതെന്തോന്ന് മാമി? എന്തോന്നത്? തണ്ടേ? എന്തൊരു തണ്ട? ജിഗിർദണ്ടോ? ഇനി നമുക്ക് പായസം വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സോയ ചങ്ക്സ്. 1 മണി ആവുമ്പോ. 1 മണിയല്ലേ? അല്ല 12 മണിയാവുമ്പോ. 12:30 ആകുമ്പോ
സോയ ചങ്ക്സ്, സോയ ബീൻസ്. നമ്മളിവിടെ സോയ ബീൻസ് എന്നല്ലേ പറയണ. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു സോയ ബീൻസ് അല്ല സോയ ചങ്ക്സ് വെക്കാം. അല്ല സോയ ചങ്ക്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് സോയ ചങ്ക്സ് വെച്ചൊരു കറി ഉണ്ടാക്കണം. അപ്പൊ ഈ കുട്ടി കരയണ കണ്ടോ? ഇങ്ങനെയാണ് മാമി കരയണത്. അമ്മ അമ്മ അമ്മ. മമ്മി എങ്ങനെ മമ്മി കരയണ? അമ്മ അച്ഛാ. ഇങ്ങനെയാണ് മാമി കരയണത് അല്ലേ മാമി? അമ്മ എവിടെ പോണ്? അമ്മ എവിടെ പോണ്? എല്ലാരും എവിടേക്ക് പോണം എന്നോ. ഓ, നമുക്ക് കടുക് വറക്കണം ഗായ്സ്. ഇന്ന് അമ്മ വന്നിട്ട് അമ്മ പറയും, ഓഹ് അമ്മയുടെ 2 പെമ്മക്കൾ നല്ല രീതിയിൽ കറി വെച്ചത്. ഏറ്റവും കൂടുതൽ എന്നെ പറയും, ഇളയ മോള് നല്ല രീതിയിൽ തോരൻ വെച്ച് നല്ല രീതിയിൽ പരിപ്പ് കറി വെച്ചെന്ന്. പിന്നെ നമുക്കിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട പണി കണ്ടോ, മഴ കറുത്തിരുണ്ട് വരെയാണ്. അപ്പം നമുക്ക് മോളിൽ പോയി തുണി എടുത്തിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിയ തുണികളും നനഞ്ഞു പോകും ഗൈസ്. നമ്മൾ ഏകദേശം എല്ലാ കറികളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മറ്റേ ഒരു കൂട്ടുകറി അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണേ. അപ്പം അതിനെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചു. പക്ഷെ അതിൽ ഉഴുന്നുവടയും കൂടെ വേണമായിരുന്നു. നമ്മൾ ഉഴുന്നുവട ഇല്ല, എല്ലാ തവണയും ഉഴുന്നുവട കാണുമായിരുന്നു. ഇത്തവണ ഉഴുന്നുവട നെഹി കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത്. അതുപോലെ ഇനി നമുക്ക് ഉള്ളി, എൻ്റെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി മറ്റേ നമ്മൾ മസാല ദോശയിൽ മസാല വയ്ക്കൂലേ അതുപോലെ ആയി കാണിച്ച. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ കുക്കിങ് പഠിക്കാമല്ലേ. മുഖത്തൊന്ന് വെട്ടാടി. ഇതാണ് ഒറിജിനൽ കളർ. ഇതിൻ്റെ അകത്ത് വെട്ടമില്ലാത്തതുകൊണ്ട് ഭയങ്കര വെട്ടക്കുറവാണ്. കുഴപ്പമില്ല, ഭയങ്കര മഴ. ഇനി നമുക്ക് പായസം വയ്ക്കണം. അച്ഛൻ എണീറ്റാലേ പായസം വയ്ക്കുള്ളൂ. നമുക്ക് പായസം വയ്ക്കാൻ അറിഞ്ഞൂടെ. ഇനി അതും കൂടെ വെച്ച് എന്തിനാ വെറുതെ മോശമാക്കണത് അല്ലേ? കണ്ട ഇതിനകത്ത് പോകുമ്പോൾ ഇരുണ്ടിരിക്കുന്നതും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ കറി റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. ഈ അടുക്കളയിൽ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനത്തെ അടുപ്പുണ്ട്. അപ്പം അതിൽ നിന്ന് വരണ പുക അടിച്ചാണ് ഇവിടെ മൊത്തം കണ്ടോ, മൊത്തവും പോയി. മറ്റേ ഇപ്പോഴും വേറെ ടെക്നോളജികളുണ്ടല്ലോ ഇങ്ങനെ പുക പുറത്ത് പോകണം. പക്ഷേ നമ്മൾ ഇത് പണ്ട് ഒരു 10-15 വർഷം എന്തോ ആയി. ആ സമയത്ത് നമ്മൾ ഇതാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ എല്ലായിടവും കണ്ടോ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. പക്ഷേ എൻ്റെ എല്ലായിടവും പോയി. ഇനി നമുക്കിവിടെ കുറച്ച് പണികളും കൂടെ വീട്ടിലുണ്ട് കേട്ടോ. അതും കൂടെ പണി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പായസവും എല്ലാം വെച്ചു. പായസത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് മാമി കുറച്ച് ബഹളവും കാര്യങ്ങളും ആയിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി നമ്മുടെ പരിപാടി ഇത് കൊണ്ടുവന്ന് ഞാനും മാമിയും കൂടെ കാക്കയ്ക്ക് കൊടുക്കും അല്ലേ മാമി? ഇതാണ് നമ്മുടെ സാധനം കാണിച്ചത് ഗൈസ്, നമ്മുടെ കുഞ്ഞ് സദ്യ. ഇനി ഇത് നമുക്ക് കാക്കയ്ക്ക് കൊടുക്കണം. അപ്പം നമുക്കിത് കാക്കയ്ക്ക് വയ്ക്കാം. അങ്ങനെ ഫുഡ് കൊണ്ടുവച്ചു. കാക്ക വന്നു. ഇനി ബാക്കി കാക്കകളും കൂടെ വന്ന് അത് കഴിച്ചോളും. നമുക്കിനി താഴെ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ അമ്മ സൂപ്പർ ഫാസ്റ്റ് പോകണമല്ല, ഫുഡ് പെട്ടെന്ന് കഴിക്കുകയാണ്. കാരണം ഞാൻ വ്ളോഗ് എടുത്ത് യൂട്യൂബിൽ ഇടുന്നത് മമ്മിജിക്ക് ഇഷ്ടമല്ല ഗൈസ്. എന്ത് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാത്ത ഫാമിലി ആയിപ്പോയി എൻ്റെ ഫാമിലി. പക്ഷെ എൻ്റെ ചേച്ചി അങ്ങനെയല്ല, കണ്ടോ കണ്ടോ.
മാമി ഇവിടെ ഉറങ്ങണം ഗൈസ്. അല്ല ചവള് ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. നമുക്ക് പായസം വന്നിരിക്കുകയാണ് ഗൈസ്. ബാക്കി എല്ലാ കറികളും കൊള്ളാം, കാരണം ഞാൻ എൻ്റെ ചേച്ചിയും കൂടെയാണ് വെച്ചത്. പായസം കൊള്ളാമോ നോക്കട്ടെ. നമ്മളെ കറിയുടെ അത്ര വന്നിട്ടുണ്ടെങ്കിലും കൊള്ളാം. അഡ്ജസ്റ്റ് ചെയ്യാം. ഭയങ്കര മധുരം. ഇത്തിരി പൈസ കൊണ്ട് തരുന്നത്. അമ്മ പഴം ഇതില്ലേ അപ്പോൾ കുക്കിങ്ങും ഫുഡ് കഴിപ്പും എല്ലാം എന്താ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.